എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയിൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ടെക്സ്റ്റൈൽ കമ്മിറ്റിയിലാണ് ജോബ് വേക്കൻസി ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ലബോറട്ടറിയാണ്. ഗ്രൂപ്പ് എ പോസ്റ്റാണ്. വേക്കൻസി 2. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 11 ആണ്. 67,770 മുതൽ 2,08,700 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. പ്രായപരിധി 27 മുതൽ 35 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സ് റിസർച്ച് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി മുൻഗണനയുള്ളത് ഡോക്ടറേറ്റ് ഡിഗ്രി, മിൽ എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ഓഫ് ദ ആപ്ലിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, നോളജ് ഓഫ് ഫ്രഞ്ച് ഓർ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ലബോറട്ടറി ഗ്രൂപ്പ് എ പോസ്റ്റാണ്. വേക്കൻസി 4. ശമ്പളം ലഭിക്കുന്ന ലെവൽ 10 ആണ്. 56,100 മുതൽ 1,77,500 വരെയാണ്. പ്രായപരിധി 21 മുതൽ 30 വയസ്സ് വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇനി ഡോക്ടറേറ്റ് ഡിഗ്രി, റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് ആൻഡ് ടെക്നോളജി, നോളജ് ഓഫ് സ്റ്റാറ്റിക്സ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഈ തസ്തികയിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ EP&QA ആണ്. ഗ്രൂപ്പ് എ പോസ്റ്റാണ്. വേക്കൻസി 5. ശമ്പളം ലഭിക്കുന്നത് 56,100 മുതൽ 1,77,500 വരെയാണ്. പ്രായപരിധി 28 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. ഇൻ ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ഓർ ടെക്നോളജി ആണ്. കൂടാതെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇൻ എ പൊസിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽസ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. PG ഡിഗ്രി ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്. ഗ്രൂപ്പ് എ പോസ്റ്റാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്ന ലെവൽ 10 ആണ്. 56,100 മുതൽ 1,77,500 വരെയാണ്. പ്രായപരിധി 25 മുതൽ 35 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് സം പേപ്പേഴ്സ് ഇൻ സ്റ്റാറ്റിക്സ് ആണ് വേണ്ടത്. കൂടാതെ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കും ആവശ്യമാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനൊക്കെ നോളജ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോസ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസറാണ്. EP&QA ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. വേക്കൻസി 15 ആണ്. ശമ്പളം ലഭിക്കുന്ന ലെവൽ 6 ആണ്. അതായത് 35,400 മുതൽ 1,12,400 വരെയാണ്. പ്രായപരിധി 25 വയസ്സിൽ കവിയരുത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ മാനുഫാക്ചർ അല്ലെങ്കിൽ ടെക്നോളജി ആണ് വേണ്ടത്. ഇതല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് ഇൻ ഹാൻഡ്ലൂം ടെക്നോളജി ഫ്രം ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി വാരണാസി ഓർ സേലം ആണ് വേണ്ടത്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. കൂടാതെ 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇൻ എ പൊസിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലാബ് ആണ്. ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. വേക്കൻസി 4. ശമ്പളം ലഭിക്കുന്ന ലെവൽ 6 ആണ്. 35,400 മുതൽ 1,12,400 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. പ്രായപരിധി 21 മുതൽ 27 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഇൻ സയൻസ് ഓർ ടെക്നോളജി വിത്ത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽസ് കെമിസ്ട്രി ഓർ ടെക്നോളജി വിത്ത് 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് ഫീൽഡ് ഓഫീസറാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. വേക്കൻസി 3. ശമ്പളം ലഭിക്കുന്ന ലെവൽ 6 ആണ്. പ്രായപരിധി 22 മുതൽ 28 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിക്സ് ഓർ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് ഓർ ബിസിനസ് മാനേജ്മെൻ്റ് ആണ് വേണ്ടത്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് ലൈബ്രറിയൻ ആണ്. ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 6 ആണ്. പ്രായപരിധി 20 മുതൽ 27 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് കൂടാതെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ആസ് എ ലൈബ്രറിയൻ ഇൻ എ പബ്ലിക് ഓർ ഗവൺമെൻറ് ലൈബ്രറിയാണ് വേണ്ടത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. വേക്കൻസി 2 ആണ്. ശമ്പളം ലഭിക്കുന്ന ലെവൽ 6 തന്നെയാണ്. പ്രായപരിധി 25 മുതൽ 30 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MCOM ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഇൻ BCom ആണ് വേണ്ടത്. വിത്ത് 4 to 5 years എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇൻ അക്കൗണ്ട്സ് വർക്ക് ഇൻ എ ഗവൺമെൻറ് ഓർ കൊമേഴ്ഷ്യൽ കൺസേൺസ് ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ജൂനിയർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലബോറട്ടറി ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. വേക്കൻസി 7. ശമ്പളം ലഭിക്കുന്ന ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെയാണ് വേക്കൻസി ഉള്ളത്. പ്രായപരിധി 19 മുതൽ 25 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജി ഓർ ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ കെമിസ്ട്രി ഓർ ടെക്നോളജി വിത്ത് 2 years എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രൂപ്പ് സി ആണ്. വേക്കൻസി 2. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെയാണ്. പ്രായപരിധി 22 മുതൽ 28 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് ആണ്. പ്രിഫറബിളി PG ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്കണോമിക്സ് ഓർ കൊമേഴ്സും ആവശ്യമാണ്. എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇൻ ഡാറ്റ കളക്ഷൻ. അടുത്ത പോസ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 6 ആണ്. 35,400 മുതൽ 1,12,400 വരെയാണ്. പ്രായപരിധി 20 മുതൽ 30 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി മീഡിയം വിത്ത് ഇംഗ്ലീഷ് ആസ് വൺ ഓഫ് ദി ഇലക്റ്റീവ് സബ്ജക്ട്സ് അറ്റ് ഡിഗ്രി ലെവലാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ഹിന്ദി ആസ് വൺ ഓഫ് ദി ഇലക്റ്റീവ് സബ്ജക്ട്സ് അറ്റ് ഡിഗ്രി ലെവലാണ് വേണ്ടത്. കൂടാതെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 2 years എക്സ്പീരിയൻസ് ഓഫ് ട്രാൻസ്ലേഷൻ വർക്ക് ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടു ഹിന്ദിയും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് സീനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് സി പോസ്റ്റാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്ന ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെയാണ്. പ്രായപരിധി 22 മുതൽ 28 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, കൂടാതെ PG ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സും ആവശ്യമാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടാബുലേഷൻ ഓർ ഡാറ്റ പ്രോസസ്സിംഗ് ഓൺ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 4 ആണ്. അതായത് 25,500 മുതൽ 81,100 വരെയാണ്. പ്രായപരിധി 20 മുതൽ 25 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് ആണ്. ഈ പറഞ്ഞ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത്. നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഒക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവും ഉണ്ട്. OBC കാറ്റഗറിയിൽ നോൺ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ ഏജിൽ ഇളവ് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റിൽ 10 വർഷത്തെ ഇളവുണ്ട്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ്. ഒരു കാൻഡിഡേറ്റിന് 1-ൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വെക്കേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഫോർ ഗ്രൂപ്പ് A പോസ്റ്റുകൾക്ക്. ഗ്രൂപ്പ് B ആൻഡ് C പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ഇൻ്റർവ്യൂ ഇല്ല. എക്സാമിൻ്റെയൊക്കെ ഡേറ്റും ടൈമും ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും.
അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 സമയമുണ്ട് അപ്പോൾ അപേക്ഷിക്കാനായിട്ട്. എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. അതായത് ആധാർ, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ലൈസൻസിൻ്റെ ഒക്കെ തന്നെ ഒറിജിനൽ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ SC, ST, OBC, EWS, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രമേ എക്സാം സെൻറ്റർ ഉള്ളൂ കേരളത്തിൽ. ഗ്രൂപ്പ് A പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററിനകത്തായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ എവിടെയാണെന്നുള്ളത് ഉണ്ടാവുന്നത്. എക്സാമിൻ്റെ വെന്യൂ കണ്ണൂരായിരിക്കും വരുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ കോൾ ലെറ്ററിലായിരിക്കും ഉണ്ടാവുന്നത്. എക്സാമിന് പോകുമ്പോഴത്തേക്കും ലേറ്റ് ആവാതെ കറക്റ്റ് സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ID കാർഡ് കൊണ്ടുവരാനായിട്ട് മറക്കരുത്. ID വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഗ്രൂപ്പ് A പോസ്റ്റുകളിലേക്കാണെങ്കിൽ അൺറിസർവ്ഡ് OBC, EWS, ESM കാൻഡിഡേറ്റ്സിന് 1500 രൂപയാണ്. ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്കാണെങ്കിൽ 1000 രൂപയാണ്. ഗ്രൂപ്പ് C പോസ്റ്റ് ആണെങ്കിലും 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC, ST കാറ്റഗറിക്കും PWD കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം വരുന്നത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനാണ്. അത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ഓഫ് ഫീസ്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ്. നിങ്ങളുടെ പേര് എഴുതുക. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. ഇതാണ് മാറ്റർ. ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റിൽ കയറുക. സൈറ്റ് എന്ന് പറയുന്നത് textilescommittee.nic.in ആണ്. ഈ സൈറ്റിൽ കയറുക. എന്നിട്ട് അവിടെ നിന്നും വാട്ട്സ് ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്കൊരു പുതിയ സ്ക്രീൻ ഓപ്പൺ ആവുന്നതായിരിക്കും. എന്നിട്ട് അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊവിഷണൽ രജിസ്റ്റർ നമ്പറും പാസ്വേഡും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഓൺലൈൻ എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സബ്ജക്റ്റും സിലബസും ഏതൊക്കെയാണെന്നുള്ളത്. ഓരോ പോസ്റ്റിനെ അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കിയിട്ട് സിലബസ് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സിലബസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരമുണ്ട്. കേന്ദ്ര സർക്കാർ ജോലിയാണ്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.